നാത്തൂസേ, ഇങ്ങനെ ദേഷ്യപ്പെട്ട BP കയറും കേട്ടോ. എന്നെ നോക്കി പഠിപ്പിക്കുന്ന എന്തിനാ? ഞാൻ ചുമ്മാ പറഞ്ഞ ദേ അമ്മയ്ക്ക് എന്താ പറയുന്നത്? അമ്മ വരുന്നു, വാ ഇങ്ങോട്ട്. ഞാനെന്ത് പറയാ, എനിക്കൊന്നും പറയാനില്ല. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, ഒന്നും അറിയാനില്ല, അറിയേണ്ട എല്ലാം ചേട്ടൻ പറഞ്ഞു. ഓ, അപ്പൊ രണ്ടുപേരും കൂടെ കോംപ്രമൈസിന് വന്നിരിക്കുക അല്ലേ? ഏയ് ശേ മോശം. നീ കൂടുതൽ ശേഷം ഒന്നും വെക്കണ്ട, എനിക്ക് അറിയാണ്ട് ഇപ്പൊ തന്നെ നാണോ ഇല്ലാതെ കോംപ്രമൈസിന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ മോതിരം വേണമായിരിക്കും അല്ലേ? മോതിരോ? ആ കൂട്ടുകാരുടെ കൂടെ ടൂർ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നോട് മോതിരം പണയം വെക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അതാണ് പതിവില്ലാതെ കോംപ്രമൈസ് ചെയ്യാൻ ഇത്ര ശുഷ്കാന്തി. മോളെ ആശേ, ആ ഉത്തമൻ ഭയങ്കര സംഭവമാടി. ആ പിന്നെ ദേഷ്യം വരുമ്പോ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയെങ്കിലും അവൻ ഭയങ്കര പാവ, മനസ്സിലൊന്നുമില്ല. എന്നിട്ട് പിന്നെ നിന്റെ അച്ഛനെ പറ്റി പറയുമ്പോ 100 നാക്കാ. എന്നോട് എപ്പോഴും പറയും, അച്ഛാ ആശയുടെ അച്ഛനെ കണ്ടുപിടിക്കും, നല്ല സ്വഭാവമല്ലേ, നല്ല മനുഷ്യത്തുള്ളവരല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ കറണ്ട് അടിച്ച സംഭവം അത് അബദ്ധം പറ്റിയതാണെന്ന് വൈകിയാണെങ്കിലും അവനിപ്പോ തിരിച്ചറിഞ്ഞല്ലോ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതെ, അവക്കറിയാം നിങ്ങളെ അവൻ പറഞ്ഞു വിട്ടിട്ട് വന്നതെന്ന്. ഓ കളിയാക്കിയതാണല്ലേ. നന്നായിട്ടൊക്കെ പാത്രമൊക്കെ കഴുകി വെക്ക്, ഒരു വൃത്തിയും മെനയൊക്കെ വേണം കേട്ടോ കാര്യങ്ങൾ ചെയ്യുമ്പോ. മക്കാലത്ത് കൊണ്ട് വന്നിരിക്കുന്ന ഓരോരുത്തരും. നാത്തൂസേ, ഇവരാരും പറയുന്ന കേൾക്കണ്ട, ഞാൻ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യൂ. പോട്ടെ, മോതിരം കൊടുക്കണ്ട, കോംപ്രമൈസ് ചെയ്യാലോ. നമ്മൾ എന്തിനാ ഈ വഴക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്നേ? എടി നിനക്കൊരു കാര്യം അറിയോ? എന്റെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കണം. അവിടെ ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ പരിപാടി നടത്തുമ്പോൾ അച്ഛൻ എത്ര രൂപയെ സംഭാവന ചെയ്യുന്നതെന്ന് അറിയോ? അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഇതുപോലെ ആടിനെ കറണ്ട് എടുപ്പിക്കുക, ഇങ്ങനെയുള്ള ചീപ്പ് കാര്യമൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ചില ആൾക്കാർ ഈ നോട്ടീസിൽ പേര് വരാൻ വേണ്ടി പൈസ കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു വിധത്തിൽ ഞാനിങ്ങനെ മയക്കിക്കൊണ്ട് വരല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. നല്ല ബെസ്റ്റ് ഉദാഹരണം. ഇനിയിപ്പോ പോയി കോംപ്രമൈസ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റത്തില്ല. അളിയ കിട്ടി ഐഡിയ കിട്ടി. അളിയന്റെ പൈകളുടെ പടം വെച്ച് ഒരു സാരി പ്രിന്റ് ചെയ്ത് കൊടുത്താലോ? പോടാ അവിടെ അങ്ങോട്ട്, ആന്ന് ശരിയാവും. ഇത് നല്ല ഗിഫ്റ്റ് അല്ലേ? എന്നെക്കാൾ അവളെ വിളിച്ചാൽ അവളെ ചെള്ളായിട്ട് കുത്തി കൊടുക്കുക. അത്രയ്ക്ക് മോശമാണോ? പിന്നല്ല, നീ വേറെ വല്ല നല്ല ആയോടെ നീ ഇതാണ് ഇത്ര നേരം നടന്ന് ആലോചിച്ചത്. അപ്പൊ അളിയന് ക്രിയേറ്റീവ് വേണ്ട. എന്നാ പിന്നെ നമുക്ക് ഡയമണ്ട് കൊടുത്താലോ? അതിന് കാശില്ലടേ. ഗോൾഡോ? നടക്കൂല. എന്നാ പിന്നെ സിൽവർ, പിത്തള, പ്ലാസ്റ്റിക്, വട്ടച്ചരട്. ആ സിൽവർ നടക്കും. സിൽവർ ഇതാ പറഞ്ഞ ക്രിയേറ്റീവ് ആവാൻ. അളിയ 5ന്റെ പൈസ കയ്യിലെടുത്ത് നമ്മൾ കൊടുക്കുന്ന പരിപാടി എന്തോ അറിയാമോ? വെള്ള പേപ്പർ ചോറ് കൊണ്ട് എഴുതി കൊടുക്കുക, ചവിട്ടിയ കുഴിമണ്ണ് വാരി കുപ്പിയിലാക്കി കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഓലമടലൊക്കെ കീറിയിട്ട് വട്ടപ്പൊമ്പരം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്തു വരുന്നത്. എന്നാലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ? അത് വേണ്ട. അളിയൻ എന്തെങ്കിലും ഓർമ്മ പൈങ്കിളിക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. എടേ ഓർമ്മ കൊടുക്കാൻ പറഞ്ഞാൽ എന്തോന്ന് കൊടുക്കാറുണ്ടേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൊടുക്കുന്ന സമ്മാനത്തെക്കാട്ടി കിടിലായിരിക്കണം കൊടുക്കുന്ന രീതി. അതെനിക്കറിയാം. ഞാൻ അവളെ വിളിച്ചിട്ടേ എടി കണ്ണാടാ എന്നിട്ട് വലത്തൊക്കെ നീട്ടിയാൽ കൊച്ചുവിടുന്ന പോലെ ഏത് അങ്ങനെയൊന്നും അല്ല. പിന്നെ അളിയനെ അവള് വെറുക്കണം. ചേട്ടാ പോടാ അവിടത്. എന്റെ ആനിവേഴ്സറിക്ക് എന്റെ ഭാര്യ വെറുക്കണമെന്നാ നീ ഇതെന്തോന്നാ നീ പറയണത്? എന്റെ അളിയെ എന്തെങ്കിലും പറഞ്ഞ അവളെ വെറുപ്പിക്കണം. വെറുപ്പിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുമ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞാൽ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം. അത് കൊള്ളാം കേട്ടോ. ഇത് കേട്ടിട്ട് അവളെ കണ്ണിങ്ങനെ നിറഞ്ഞു വീഴും. എന്നിട്ട് അവളിങ്ങനെ വിളിച്ചു പോവും, എന്റെ ഭർത്താവ് എന്ത് പുണ്യവാനാണ്. അത് സൂപ്പർ, അത് സൂപ്പർ. എടാ ഇതൊക്കെ പറയൂ. പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞു വീഴും. ആ കുഴപ്പമില്ല, അത് മതി. പക്ഷെ പ്രശ്നമുണ്ടല്ലോ, ഞാൻ ഇനി എന്തോന്ന് പറഞ്ഞ് വെറുപ്പിക്കൂടെ? എന്റെ അളിയ ഈ സുമേഷിക്കുമ്പോ എന്തിനാ അളിയും പേടി? അത് ശരിയാണ്. ഞാൻ പറഞ്ഞിരുത്തില്ല. ഈ ഐഡിയ ഒക്കെ ഉണ്ടല്ലേ? അച്ഛൻ സോറി പറയാൻ വന്നയാ. എന്റെ കൺട്രോൾ കളഞ്ഞു പൊക്കണം അങ്ങോട്ട് എല്ലാം കൂടെ. എന്റെ വിവരക്കേട് കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛൻ നിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞില്ലായിരുന്നു. നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അത് എന്റെ അച്ഛൻ നിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞില്ലായിരുന്നോ? അച്ഛൻ പറഞ്ഞു, പൈങ്കിളിയും പറഞ്ഞു, അമ്മയും പറഞ്ഞു. നിങ്ങക്ക് സുമേഷിനെ ശിവനെ കൂടെ പറഞ്ഞു വിടായിരുന്നില്ലേ? അവരൊന്നും എല്ലാം കൊളാവോ, അതുകൊണ്ടാണ്. അമ്മ അച്ഛന് നല്ല വിഷമമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. നമ്മളിത് ആദ്യമായിട്ട് നല്ല വഴക്ക് കൂടണേ. 3 മണിക്ക് വഴക്ക് കൂടി 3:45 നമ്മൾ കൂട്ടാവാറില്ലേ? അതിന് ഇന്ന് 3 മണിക്കല്ലല്ലോ വഴക്ക് കൂടിയേ. ഉദാഹരണം പറഞ്ഞാണോ വെച്ചേ? ഞാനൊന്ന് അടങ്ങി വരുമായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ അമ്മ പറയുന്നത് എന്റെ അച്ഛൻ നോട്ടീസ് പേര് വരാൻ വേണ്ടിട്ട് സംഭാവന കൊടുക്കുന്ന ആളാന്ന്. അതപ്പോ ചെന്ന് ചോദിക്ക്. എന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത കൊണ്ടാ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നേ, അറിയോ?
നാളെ എന്റെ അച്ഛനും അമ്മയും തിരിച്ചു വരും, ഞാൻ എന്റെ പാട്ടിന് പോവുകയും ചെയ്യും. അല്ലാതെ നിങ്ങളുടെ ഒന്നും കുത്തുവാക്ക് കേട്ട് കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ അമ്മയുടെ ഒരു കാര്യം ഇത് ഞാൻ അറിഞ്ഞല്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ ഇതാണ് ചൂടുള്ള അരിക്കയല്ലേ, അതെന്റെ തലയിൽ കൂടെ എടുത്തു വഴി, അല്ലെ പിള്ളേരെ മുമ്പിൽ വെച്ച് എന്നെ അടി, അല്ലെ പിച്ചാത്തി എടുത്ത് എന്നെ കുത്ത്. അയ്യോ മനസ്സിലാക്ക്. ഒരുപാട് കിടന്ന് കഷ്ടപ്പെടല്ലേ. ആ മോതിരത്തിന്റെ കാര്യമാണെങ്കിൽ അങ്ങ് പറഞ്ഞേരെ. മോതിരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാപ്പ് പറയണമെന്ന് നീ വിചാരിച്ചാ? എടി നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞതിന്റെ വിഷമമാണ് എനിക്ക്. ഉവ്വ, എനിക്ക് നിങ്ങളെ അറിയാത്തൊന്നും അല്ലല്ലോ. നിങ്ങളുടെ ഈ കള്ളക്കരച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ കരയുന്നത് കള്ളക്കരച്ചില്ലല്ലേ? അപ്പൊ തരൂലേ? പോടേ. നീയൊക്കെ വക്കാലത്ത് പോയിട്ടല്ലേ? ഇതെന്തുവാ ഇത്? അയ്യോ പൊട്ടിപ്പോയോ? അമ്മ വെച്ചേ. അളിയൻ എന്തി? എനിക്കറിയത്തില്ല, അവിടെ കാണും. നിനക്കറിഞ്ഞോളൂ, നിന്റെ ഭർത്താവില്ലേ? എടാ ദേ ഇവൻ പലപ്പോഴും എവിടെയാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെയാണ് പോത്ത് പോലെ വളർന്ന അങ്ങേര്. ഓ, ഈയിടായിട്ട് നീ അളിയനെ ഒരുമിച്ച് കാണുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഒരു പ്രശ്നമില്ല. നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി പ്ലീസ്. എന്തോടി പൈങ്കിളി, എല്ലാരും ഒരുമിച്ച് ജീവിക്കാനല്ലേ എനിക്ക് സന്തോഷം. ഞാൻ ചൊല്ലൊരു പഴഞ്ചൊല്ലി നീ കേട്ടില്ല? പഴഞ്ചൊല്ലല്ല, ശ്ലോകം. ശ്ലോകോ? നീ എപ്പോഴാ ശ്ലോകം എഴുതിയേ? ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാ ശ്രദ്ധ കുറഞ്ഞു വന്നാകിലും തുരുമ്പ് കയറിക്കൂടും, അതിന് കമ്പിയിലായാലും മനുഷ്യ ബന്ധങ്ങളിലായാലും. അടിപൊളി. ഭാരതമുനി എഴുതും ഇതുപോലെ. സൂപ്പർ ആയിട്ടുണ്ടോ? അയ്യ, നീ കളിയാക്കാൻ നിന്റെ അർത്ഥം ഉണ്ടേ പറഞ്ഞ. പിന്നെ എനിക്ക് ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കല്ലേ, എനിക്കെങ്ങനെ അറിയാം? നീയല്ലേ എഴുതിയത്. ഈയിടെയായിട്ട് നീയും മളിയന്റെ ബന്ധത്തിൽ തുരുമ്പ് കയറിയോ എന്ന് എനിക്കൊരു സംശയം. നീയേ കൂടുതൽ സംശയിക്കണ്ട. ഈ വീട്ടിലുള്ള ആകെ തുരുമ്പ് നീയാ. അത് മാറിയാ ശരിയാവും ഇവിടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നീ നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഞാൻ പോന്നു. സുമേ എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലേടി ഭയങ്കര, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാ മതി എനിക്ക്. എന്തോ ഉണ്ടല്ലോ. എടി ഒന്നുമില്ലേടി, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാ മതിയെന്ന്. നിന്റെ മുഖത്ത് എന്താ ഒരു കള്ളച്ചിരി? പറ. എടി ഒന്നുമില്ലടി കിളി, തുരുമ്പ് തന്നെ. പോടാ. അമ്മ എവിടെ? അമ്മ എവിടെന്ന്? നീ എന്തിനാ ഇപ്പൊ അമ്മയെ കിടന്നേ? ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം കൂടെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ല, അത് വൃത്തിയായിട്ട് ചെയ്തതിന് ഒരു നന്ദി പറയാൻ വേണ്ടി. അപ്പൊ ചെലവില്ലേ? ചെലവ് നടത്താം. എന്തിനാടാ തിരക്കിയത്? അമ്മ ഞാൻ നല്ലതാണെന്ന് അവളുടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞിട്ട് അമ്മ അവളുടെ അടുത്ത് പോയി എന്തോന്നമ്മ പറഞ്ഞേ? ഓ അപ്പൊ അറിഞ്ഞല്ലേ? അറിഞ്ഞല്ലേ എന്നാ? അച്ഛൻ അറിഞ്ഞില്ലേ? ഇല്ലടാ, ഇവള് പറഞ്ഞു കേൾക്കുമ്പോ ഭാഷ എന്നെ കളിയാക്കി വിട്ടില്ലേ? നന്നായി. ഇല്ലെങ്കിൽ അവളുടെ അടുത്ത് പോയി പറഞ്ഞ് വല്ല മണ്ടത്തരവും പറഞ്ഞ് എല്ലാം ഒരു തീരുമാനമാക്കി തന്നേനെ. ഇവളെന്തോന്ന് പറഞ്ഞത്? അച്ഛാ അവളെ അച്ഛനെ നോട്ടീസിൽ പേര് വരാൻ വേണ്ടിട്ട് സംഭാവന കൊടുക്കണ അല്പനെന്ന്. നാക്ക് സ്ലിപ്പായതാടാ. ഇങ്ങനെ 1-2 തവണ കൂടെ സ്ലിപ്പായാൽ മതി. മക്കളും മരുമക്കളും കൂടെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിലിരിക്കും. ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആ ഉദ്ദേശം വെച്ച് ചെയ്യുന്നതേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ ആശയുടെ അച്ഛൻ പൈസ കൊടുത്തെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ ഉപകാരം. നീ എത്ര പുണ്യാളൊന്നും ആകണ്ട. ആശയുടെ ഇന്ന് മോതിരം മേടിക്കാനല്ലടാ നിനക്ക് എത്ര ശുഷ്കാന്തി? നാണം കെട്ടവൻ. അതെന്തോ സംഭവം? അച്ഛാ ചുമ്മാ പറയണ അച്ഛാ. എനിക്ക് സ്വർണ്ണം വേണമെങ്കിൽ സ്വർണ്ണ കടയിൽ പോയി ചോദിച്ചാ പോരെ? സ്വർണ്ണക്കട ചെന്ന് ഇത് പിന്നെ പണയം വെക്കാൻ ഇച്ചിരി സ്വർണ്ണം തരണേ എന്ന് പറയുന്നത് അവരെടുത്ത് കൊടുക്കുവനെ. നിങ്ങൾ എന്തോ കേടി പറഞ്ഞത്? അച്ഛാ ചുമ്മാ ഇരിക്കണം അച്ഛാ. അച്ഛാ ആശയോട് പോയി സംസാരിക്കേ. എനിക്കൊന്നും വയ്യ, ഞാൻ ആ വഴിക്കൊന്നുമില്ല. അച്ഛാ അവള് നാളെ വീട്ടിൽ പോകുന്ന പറഞ്ഞുകൊണ്ടിരിക്കണെന്ന്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ബാഗ് എടുത്ത് അവളെ കൂടെ ചെല്ല്. 2 ദിവസം പോയി കറങ്ങിയിട്ടൊക്കെ വന്നേ, അപ്പൊ അവള് ചമ്മി പോവും. എന്നിട്ട് വേണം അവളെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. ഈ ജന്മത്തെ എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റുമോ? എടാ അവള് പോകത്തൊന്നുമില്ല. അത് എല്ലാ പെണ്ണുങ്ങളും എടുക്കുന്ന ഒരടവാ. നീ അതോർത്ത് പേടിക്കണ്ട, വിഷമിക്കാൻ വേണ്ട. അമ്മ കൂടുതൽ സമാധാനിപ്പിക്കല്ലേ, സമാധാനിപ്പിച്ചിടത്തോളം മതി. അറ്റയ്ക്ക് ഞാൻ ഒരു പ്രയോഗം നടത്തും. ചെയ്യുന്നേ എന്റെ സഹായം വല്ലതും വേണ്ടോടെ? ഇടി നീ അവളെ അച്ഛനെ കുറിച്ച് അവളെ മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി അഭിമാനവും നോക്കിയിട്ട് ഒരു കാര്യമില്ല അച്ഛാ. ഞാൻ ചെയ്യുമോ?